Welcome to another live session from Tiju's Academy. This is Vineet and Vijayan. So, hope all you are doing good. So, the last session we were discussing about the writing task 1. We were discussed about the process, and today we are going to look into the comparison bar charts. I think the previous session was very beneficial for you guys because we were discussed a lot about the writing task one, especially related to the process and cycles. So today we are going to look to the details about comparison bar chart. So നമ്മുടെ റൈറ്റിംഗ് ടാസ്ക് 1-നകത്തെ ഒരു സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബാർ ചാർട്ട്സ്. സോ ലൈൻ ഗ്രാഫിന് ശേഷം ഏറ്റവും കൂടുതൽ വളരെയധികം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ബാർ ചാർട്ട്സ് എന്ന് പറയുന്നത്. സോ ലോട്ട്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് സിംഗുലർ ബാർ ചാർട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ കമ്പാരിസൺ ബാർ ചാർട്ട്സ് എല്ലാം തന്നെ വരാറുണ്ട്, നമുക്ക് കാണാവുന്നതാണ്. സോ ഹിയർ വി ആർ ഗോയിങ് ടു ലുക്ക് ഇൻ ടു how to write a bar chart, or what are the things we should take into consideration while writing a bar chart. Okay, fine. So the first one is going to the comparison language. So normally നമുക്ക് രണ്ട് ബാർ ചാർട്ടുകൾ തരുമ്പോൾ നമുക്ക് കമ്പാരിസൺ ആവശ്യമാണ്. സോ ഹൗ ടു കമ്പയർ ദ തിങ്സ്. സോ ബാർ ചാർട്ട്സ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും കോമ്പിനേഷൻ ഓഫ് ബാർസ് ആണ്. സോ ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൗണ്ട് അല്ലെങ്കിൽ ഒരു ഡിഗ്രി കാണിക്കാനായിട്ട് നമുക്ക് ബാർ ചാർട്ട്സ് അല്ലെങ്കിൽ ബാർസ് ആയിരിക്കും നമ്മുടെ ഗ്രാഫിൽ ഇൻസ്റ്റെഡ് ഓഫ് ഗ്രാഫിന് പകരം യൂസ് ചെയ്യുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻട്രൊഡക്ഷൻ, സോ എല്ലാ ബാർസിനും അല്ലെങ്കിൽ എല്ലാ റൈറ്റിംഗ് ടാസ്ക് 1 നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പോകേണ്ടതാണ്. സോ ഇൻട്രൊഡ്യൂസിങ് ഡിഫറൻസസ്, നമുക്കൊരു ഡിഫറൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു മൊബൈൽ ഫോൺ യൂസേജ് ഫ്രം 2000 ഇൻ 5 ഡിഫറെൻറ്റ് യൂറോപ്യൻ കൺട്രീസ്, 5 ഡിഫറെൻറ്റ് യൂറോപ്യൻ കൺട്രീസിലുള്ള മൊബൈൽ ഫോൺ യൂസേജസ് ആണ്. മേ ബി 3 ഇയേഴ്സ് ആയിരിക്കും, 2001, 2002 ആൻഡ് 2003 നൽകുന്നത്. സോ ആ കമ്പാരിസൺ കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇൻട്രൊഡ്യൂസിങ് എ ഡിഫറൻസ്, ഒരു ഡിഫറൻസ് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഇൻട്രൊഡക്ഷൻ നോർമൽ നമ്മൾ കൊടുക്കുന്ന ഒരു ബാർ ചാർട്ടിന് അല്ലെങ്കിൽ റൈറ്റിംഗ് ടാസ്ക് കൊണ്ട് ഇൻട്രൊഡക്ഷന് ശേഷം നമ്മളൊരു ഓവറോൾ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകും. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ട ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസിങ് ഡിഫറൻസ് എങ്ങനെയാണ് 2001 അപേക്ഷിച്ച് 2002 വരുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ മൊബൈൽ ഫോൺ സെയിൽസിൻ്റെ കാര്യമാണെങ്കിൽ തന്നെ 2001 മേ ബി 550 മില്യൺ യൂറോസിലായിരിക്കും അതിൻ്റെ സെയിൽസ് എന്ന് പറയുന്നത്. സോ അത് 2002 വന്നപ്പോൾ മേ ബി 600 മില്യണിലേക്ക് കൂടാം, അല്ലെങ്കിൽ 400 മില്യണിലേക്ക് കുറയാം. സോ അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് കൊടുക്കുന്നതാണ് ഇവിടെ നോക്കാം. ഇൻട്രൊഡ്യൂസിങ് ഡിഫറൻസസ്, ഒരു ഡിഫറൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ജനറലി ദെയർ ഈസ് എന്ന് പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ അവിടെ എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് പറയാം, അല്ലെങ്കിൽ എ വൈഡ് ഡിസ്പാരിറ്റി എന്ന് പറയാം. സോ രണ്ട് വാല്യൂസ് തമ്മിലുള്ള സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പം നമ്മൾ പറഞ്ഞ മൊബൈൽ ഫോൺസിൻ്റെ സെയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ 2010 അല്ലെങ്കിൽ 2001 ഒരു 500 മില്യൺ യൂറോസ് ആയിരുന്നു. അത് 2002 വന്നപ്പോൾ ഒരു 700 മില്യൺ യൂറോസ് ആയെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ഹാസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്. ദ ഡിഫറൻസ് ഈസ് കമ്പാരിറ്റീവ്ലി വെരി ഹൈ. സോ ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് എ വൈഡ് ഡിസ്പാരിറ്റി മീൻസ് വളരെ വലിയൊരു വ്യത്യാസം തമ്മിൽ കാണാൻ സാധിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വൈഡ് ഡിസ്പാരിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ഡിഫറൻസ് വളരെ വലുതാണ്. ഫോർ എക്സാമ്പിൾ, ഈ സെയിം കേസ് എടുക്കുകയാണ്, 500 to 700 മില്യൺ യൂറോസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ അകത്ത് ഡിസ്പാരിറ്റി വളരെ വലുതാണ്, തമ്മിലുള്ള ഡിസ്പാരിറ്റി കൂടുതലാണെന്ന് പറയാൻ സാധിക്കും. സോ അതർവൈസ് ബിറ്റ്വീൻ എ ആൻഡ് ബി, സോ 2 ഗ്രാഫ്സ്, ഇപ്പം 2001 സെയിൽസും 2002 സെയിൽസും എടുക്കുമ്പോൾ we can take 2001 as A and the 2002 as B, and നമുക്ക് ബിറ്റ്വീൻ എ ആൻഡ് ബി മീൻസ് 2001 2002 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയാം. സോ ഇതാണ് നമ്മളുടെ ജനറലി ഇൻട്രൊഡ്യൂസിങ് ഡിഫറൻസ് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ നമുക്കൊരു ഡിഫറൻസ് പറയാനായിട്ട് ഉപയോഗിക്കുന്ന കമ്പാരിസൺ ലാംഗ്വേജ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് കമ്പാരിറ്റീവ് സ്ട്രക്ചേഴ്സ്. So comparative structures are used to explain the difference of that particular item which they have given in the writing task 1. ഓക്കെ, സോ ഇവിടെ നോക്കിയേ. സോ ഇൻ കോൺട്രാസ്റ്റ് ബി ഇൻ കമ്പാരിസൺ വിത്ത് ബി, അതായത് വൈൽ കമ്പയറിങ് വിത്ത് ദ എ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ മൊബൈൽ ഫോൺ സെയിൽസ് എടുക്കുകയാണെങ്കിൽ 2001 200 മില്യൺ ആണ്, 2003 വന്നപ്പോൾ അല്ലെങ്കിൽ 2002 വന്നപ്പോൾ ഒരു 500 മില്യൺ ആയി ഇൻക്രീസ് ആയെങ്കിൽ ഇൻ കോൺട്രാസ്റ്റ് ബി ഇൻ കമ്പാരിസൺ വിത്ത് ബി. ഇൻ കോൺട്രാസ്റ്റ് ബി മീൻസ് നമ്മൾ പറഞ്ഞിരിക്കുന്ന തൊട്ട് മുമ്പിലത്തെ അല്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ഒരു ആ മാറ്റം, അല്ലെങ്കിൽ 2001 അപേക്ഷിച്ച് 2002 എത്ര മാറ്റം ഉണ്ടായിരിക്കുന്നു. ആൻഡ് ഇൻ കമ്പാരിസൺ വിത്ത് ബി, അല്ലെങ്കിൽ എ അല്ലെങ്കിൽ 2001 2002 കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എത്ര മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതർവൈസ് വി ക്യാൻ സേ എ ഈസ് ലാർജർ ഓർ സ്മോളർ. ദ സെയിൽ ഓഫ് മൊബൈൽ ഫോൺസ് ഇൻ 2002 വാസ് ലാർജർ ദാൻ ഓർ സ്മോളർ ദാൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും.
പെർട്ടിക്കുലർ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന കൺട്രി അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്ന ഇയറിനേക്കാൾ അതിന് തൊട്ട് മുമ്പുള്ളതോ ഉള്ള ഇയറിനെ അപേക്ഷിച്ച് സെയിൽ വളരെ കൂടുതലാണോ അല്ലെങ്കിൽ കുറവാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വെദർ ഇറ്റ് ഈസ് ഹൈ ഓർ വെദർ ഇറ്റ് ഈസ് ലോ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. Or we can say by a narrow margin by X. So narrow margin means ഒരു വളരെ ചെറിയൊരു മാറ്റം. We can say there is a narrow margin between the sale of mobile phones in 2001 and 2002 എന്ന് പറയാം. Maybe it's ഒരു 10 അല്ലെങ്കിൽ 500 ആയിരുന്നു 2001-ൽ, ഒരു 510-ലേക്കോ 520-ലേക്കോ ഒക്കെ മാത്രമായിട്ടാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. We can say it's a narrow margin എന്ന് പറയാൻ സാധിക്കും. The second one is A is just ഓവർ അല്ലെങ്കിൽ അണ്ടർ ഓവർ അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി എന്നൊക്കെ പറയാൻ സാധിക്കും. അല്ലെങ്കിൽ ലാർജർ സ്മോളർ ദാൻ ബി എന്നൊക്കെ പറയാൻ സാധിക്കും. ഇതെല്ലാം കമ്പാരിറ്റീവ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പിലത്തുള്ള ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ തൊട്ട് മുമ്പിലത്തെ ഗ്രാഫിനോ അല്ലെങ്കിൽ ആ ബാറിനെയോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള തന്നിരിക്കുന്ന ഇയറിനെയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യാനായിട്ടാണ് ഈ ഒരു കാര്യം ഉപയോഗിക്കുന്നത്. ജസ്റ്റ് അണ്ടർ അല്ലെങ്കിൽ ജസ്റ്റ് ഓവർ, ജസ്റ്റ് അതർവൈസ് അപ്രോക്സിമേറ്റ്ലി. സോ അതെല്ലാം വളരെ ചെറിയൊരു മാറ്റമാണ്. 500-ൽ നിന്നും 530-ലേക്ക് കയറുകയോ അല്ലെങ്കിൽ 500-ൽ നിന്നും 470-ലേക്ക് വരികയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അപ്രോക്സിമേറ്റ്ലി അല്ലെങ്കിൽ ജസ്റ്റ് അണ്ടർ ജസ്റ്റ് ഓവർ എന്ന് പറയാൻ സാധിക്കുന്നത്. Then third one, A is under over twice അല്ലെങ്കിൽ 2-3 ടൈംസ് എന്ന് പറയാൻ സാധിക്കും. ഈ നമ്മുടെ ഒരു സെയിൽസ് എന്ന് പറയുന്നത് 2001-ൽ 100 ആയിരുന്നു, അത് 2002-ലേക്ക് വന്നപ്പോൾ 300 ആയെങ്കിൽ അല്ലെങ്കിൽ 200 ആയെങ്കിൽ we can say it as twice, a sale of twice എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ അത് 2-3 ടൈംസ് എന്ന് പറയാൻ സാധിക്കും. 100-ൽ നിന്ന് 300-ലേക്ക് മാറിയാൽ നമുക്ക് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ 200-ലേക്കോ 300-ലേക്കോ മാറുവാണെങ്കിൽ നമുക്ക് പറയാൻ 2 ടൈംസ് അല്ലെങ്കിൽ 3 ടൈംസ് ലാർജർ ദാൻ ദ പ്രീവിയസ് വൺ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ ദിസ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസിൻ്റെ ആ സ്ട്രക്ചറിനെ അല്ലെങ്കിൽ തൊട്ട് മുമ്പിലത്തെ നടന്ന സെയില് ഈ വരുന്ന സെയിലിനെ അല്ലെങ്കിൽ 2001-നെ അപേക്ഷിച്ച് 2002-ലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു, ട്വൈസ് ആയോ അല്ലെങ്കിൽ 3 ടൈംസ് ഇൻക്രീസ് ആയോ എന്നുള്ള കാര്യമാണ് നമ്മളവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതർവൈസ് വി ക്യാൻ സേ ആസ് ലാർജ് അല്ലെങ്കിൽ ഗ്രേറ്റ് അല്ലെങ്കിൽ ഹൈ ആസ് ബി എന്ന് പറയാൻ സാധിക്കും. സോ ഇവിടെ എല്ലാം കമ്പാരിസൺസ് ആണ്, നമ്മളൊരു കമ്പാരിറ്റീവ് സ്ട്രക്ചേഴ്സാണ് ഉപയോഗിക്കുന്നത്. തൊട്ട് മുമ്പിലത്തെ ഇയർ അല്ലെങ്കിൽ തൊട്ട് മുമ്പിലത്തെ ഗ്രാഫിനെ അല്ലെങ്കിൽ തൊട്ട് മുമ്പിലത്തെ ഐറ്റത്തിനെ വെച്ച് അതിനുശേഷം വരുന്നൊരു ഐറ്റത്തിനെ കമ്പയർ ചെയ്യാനാണ് നമ്മൾ ഇത്തരത്തിലുള്ള സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫൈൻ. സോ രാജേഷ് വിജി, ഗുഡ് മോർണിംഗ് രാജേഷ്. ഷിജി യെസ്, good morning. So we are going to the next section. It's a continuation of the comparative structures. We can see A producers അല്ലെങ്കിൽ A consumes എന്ന് പറയാൻ സാധിക്കും. പ്രൊഡ്യൂസേഴ്സ് മീൻസ് എ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു നമ്മൾ ഉപയോഗിക്കുന്നൊരു പ്രൊഡക്ഷനാണ് കാണിക്കുക. ഫോർ എക്സാമ്പിൾ ചോക്ലേറ്റ് മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ കാർ മാനുഫാക്ചറിങ് എന്ന് പറയാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ വി ക്യാൻ സേ ഫോർഡ് എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ടാറ്റ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ വോക്സ് വാഗൺ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ടൊയോട്ട പ്രൊഡ്യൂസേഴ്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതെല്ലാം ഉപയോഗിക്കുന്നത് ഒരു എത്രത്തോളം അവർ എമേർജ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം കാസ് അവർ മാർക്കറ്റിലേക്ക് ഇറക്കുന്നതിനെ ബേസ് ചെയ്താണ് അത് പറയുന്നത്. ഇനി അല്ലെങ്കിൽ കൺസ്യൂംസ് എന്ന് പറയുവാണെങ്കിൽ നമുക്ക് പറയാം ആവറേജ് ഇൻടേക്ക് ഓഫ് കൺസ്യൂമർ ഐറ്റംസ് അല്ലെങ്കിൽ ആവറേജ് യൂസേജ് ഓഫ് വാട്ടർ, അല്ലെങ്കിൽ നമുക്ക് പറയാം ആവറേജ് യൂസേജ് ഓഫ് ഷുഗർ. നമ്മളൊരു എത്രത്തോളം ഒരു ഹൗസ് ഹോൾഡിൻ്റെ ഷുഗറാണ് അല്ലെങ്കിൽ ഒരു ഇയറിൽ ഒരു രാജ്യം കൺസ്യൂം ചെയ്യുന്നു ആയിക്കോട്ടെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് സാധിക്കും. സോ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് കൺസ്യൂംസ് മോർ ദാൻ 500 kgs അല്ലെങ്കിൽ 500 kgs പെർ ഇയർ അല്ലെങ്കിൽ ഫോർ മോർ ദാൻ 250 kgs പെർ ഇയർ നമുക്ക് പറയാൻ സാധിക്കും. സോ അത് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷനെയാണ് കാണിക്കുന്നതെങ്കിൽ പ്രൊഡ്യൂസ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇൻടേക്ക് അല്ലെങ്കിൽ കൺസ്യൂമിനെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളോ അല്ലെങ്കിൽ ഒരു ഏജൻസി ഒരു ഓർഗനൈസേഷനോ വാട്ടർ ഹൂവർ ഇറ്റ് ഈസ് അവരത് ഉപയോഗിക്കുന്നതിനെ കൺസ്യൂം ചെയ്യുന്നതിനാണ് പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂംസ് എന്ന് നമ്മൾ പറയുന്നത്. സോ അതിന് കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും മോർ ഓർ ലെസ് എന്ന് പറയാം, അല്ലെങ്കിൽ അൺകൗണ്ടബിൾ മോർ ഓർ ലെസ് പ്ലസ് അൺകൗണ്ടബിൾ നൗൺ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ മോർ ഓർ ഫ്യൂവർ എന്ന് പറയാൻ സാധിക്കും, ഒരു കൗണ്ടബിൾ നൗൺ ഉപയോഗിക്കാം. ദാൻ ബി മോർ ഓർ ലെസ് എന്ന് പറയുന്നത് തന്നെ അൺകൗണ്ടബിൾ ആണ്, അതായത് നമുക്ക് കൃത്യമായിട്ട് അവിടെ ഒരു വാല്യൂ പറയാൻ പറ്റത്തില്ല. സോ പിന്നെ അല്ലെങ്കിൽ നമുക്ക് മോർ ഓർ ഫ്യൂവർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ദാൻ ബി അതായത് എ പ്രൊഡ്യൂസേഴ്സ് എത്രയേക്കാൾ ബി യേക്കാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ എ ബി യേക്കാൾ കൺസ്യൂം ചെയ്യുന്നു നമുക്കവിടെ പറയാൻ സാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് കൺസിഡറബിളി അല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യലി മാർജിനലി സ്ലൈറ്റ്ലി. സോ കൺസിഡറബിളി സബ്സ്റ്റാൻഷ്യലി മാർജിനലി സ്ലൈറ്റ്ലി മീൻസ് ഇതെല്ലാം ഉപയോഗിക്കുന്ന വളരെ വലിയ മാറ്റങ്ങളല്ല, ഒരു മാർജിനലായിട്ടുള്ള മാറ്റങ്ങൾ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എ ഈസ് കൺസിഡറബിളി ഗ്രേറ്റർ സ്മോളർ ദാൻ ബി എന്ന് പറയാം, അല്ലെങ്കിൽ എ ഈസ് സബ്സ്റ്റാൻഷ്യലി ഹയർ ദാൻ ബി എന്ന് പറയാം, അല്ലെങ്കിൽ എ ഈസ് മാർജിനലി സ്മോളർ ദാൻ ബി എന്ന് പറയാം, എ ഈസ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ അല്ലെങ്കിൽ ഹയർ അല്ലെങ്കിൽ സ്മോളർ ദാൻ ബി എന്ന് പറയാൻ സാധിക്കും. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ഐറ്റംസിൻ്റെയും ഒരു ഡെപ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജയൻനെസ് ആണ് കാണിക്കുന്നത്, എത്രത്തോളം വലുതാണെങ്കിൽ. എയുടെ ഒരു വാല്യൂ എന്ന് പറയുന്നത് വളരെ വലുതാണെങ്കിൽ, കൺസിഡറബിളി ആണെങ്കിൽ മേ ബി ഒരു വലിയൊരു മാറ്റം ആയിരിക്കത്തില്ല. സബ്സ്റ്റാൻഷ്യലി ആണല്ലോ ഉണ്ടാവില്ല, മാർജിനലി സ്ലൈറ്റ്ലി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഗ്രേറ്റർ ആണോ ഹയർ ആണോ സ്മോളർ ആണോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ സാധിക്കും. സോ വി ആർ ഓൾസോ കമ്പയറിങ് ദിസ് ഹിയർ.
And the next one is A is almost roughly as greater അല്ലെങ്കിൽ ആസ് ഹയർ അല്ലെങ്കിൽ ആസ് ഹൈ ആസ് ലാർജ് ആസ് ബി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എ ഈസ് ഓൾമോസ്റ്റ് ആസ് ലാർജ് ആസ് ബി, എ ഈസ് റഫ്ലി ആസ് ഹൈ ആസ് ബി എന്ന് പറയാൻ സാധിക്കും. സോ ഒരു കൃത്യമായിട്ടൊരു കമ്പാരിസൺ, നമ്മളൊരു പെർമനൻ്റ് ആയിട്ടൊരു വാല്യൂ നമ്മളവിടെ കൊടുക്കില്ല, പകരം എന്താണ് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് നമ്മളവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഫൈൻ. The next one is superlative structure. Superlative structures എന്ന് പറയുന്നത് നമ്മളൊരു ഹയർ വാല്യൂവിൻ്റെയും ഒരു ലോവർ വാല്യൂവിൻ്റെയും നമ്മളൊരു കമ്പാരിസൺ ആണ് ഇവിടെ നടത്തുന്നത്. സോ എ ഈസ് ദ അല്ലെങ്കിൽ സെക്കൻഡ് അല്ലെങ്കിൽ എ ഈസ് ദ തേർഡ് ലാർജസ്റ്റ് ഓർ സ്മോളസ്റ്റ് ഓർ മോസ്റ്റ് പ്രൊഡക്റ്റീവ് മാനുഫാക്ചറർ ഇൻ ഇന്ത്യ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഒരു ഹയസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വാല്യൂസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 5 മാനുഫാക്ചറിങ് യൂണിറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ മാരുതി, ടൊയോട്ട, പിന്നെ ഫോർഡ്, വോക്സ് വാഗൺ അല്ലെങ്കിൽ കിയ, ഈ 5 കമ്പനീസാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ 5 കമ്പനീസിൻ്റെ നമുക്ക് പറയാൻ സാധിക്കും ടാറ്റ ഈസ് ദ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് അല്ലെങ്കിൽ ലാർജസ്റ്റ് അല്ലെങ്കിൽ സ്മോളസ്റ്റ്. ഇപ്പം ടാറ്റയാണ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ വയ്ക്കാൻ ടാറ്റ ഈസ് ദ ലാർജസ്റ്റ് മാനുഫാക്ചറർ എമംഗ് ദീസ് കമ്പനീസ് എന്ന് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ടാറ്റ ഈസ് വെരി മച്ച് പോപ്പുലർ ഇൻ ഇന്ത്യ ദാൻ അതർ 4 മാനുഫാക്ചറേഴ്സ് നമുക്ക് പറയാൻ സാധിക്കും. ഇവരുടെ ഒരു കമ്പാരിസൺ, ഇവരൊരു വാല്യൂസിനാണ് നമ്മൾ കൊടുക്കുന്നത്. എത്രത്തോളം വാല്യൂ ഹൈ ആവുന്ന അല്ലെങ്കിൽ ഓരോ മാനുഫാക്ചറേഴ്സിൻ്റെ വാല്യൂ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നോക്കിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. ദ സെക്കൻഡ് വൺ ഈസ് എ ഹാസ് ദ സെക്കൻഡ് ഓർ തേർഡ്, അല്ലെ പറയാം സെക്കൻഡ് ഗ്രേറ്റസ്റ്റ് ഓർ widest most significant productive plus noun എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കിവിടെ സാധിക്കും എ ആണ് ഏറ്റവും കൂടുതൽ സ്വപ്നം പറഞ്ഞാൽ എക്ക്, അല്ലെങ്കിൽ സെക്കൻഡിൽ നമുക്ക് പറയാൻ സാധിക്കും എ ഹാസ് ദ സെക്കൻഡ് ഓർ ഗ്രേറ്റസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാം എ ഹാസ് ദ ഗ്രേറ്റസ്റ്റ് ഓർ സിഗ്നിഫിക്കൻറ്റ് വൈഡ്ലി അക്സെപ്റ്റഡ് കാസ് ഇൻ ദ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എയ്ക്കാണ് ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി, എ ഹാസ് ദ മോസ്റ്റ് പോപ്പുലാരിറ്റി, അല്ലെങ്കിൽ എ ഹാസ് എ ഗ്രേറ്റസ്റ്റ് പോപ്പുലാരിറ്റി, എ വൈഡസ്റ്റ് പോപ്പുലാരിറ്റി ഇൻ ദ ഇന്ത്യൻ കാർ മാർക്കറ്റ് എന്ന് നമുക്കവിടെ പറയാൻ സാധിക്കും. ഇനി തേർഡ് വൺ ഈസ് എ യൂസേഴ്സ്, എ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ എ കൺസ്യൂംസ്. നമുക്ക് പറയാൻ സാധിക്കും എ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ദ ലാർജസ്റ്റ് അല്ലെങ്കിൽ ദ ഹയസ്റ്റ് ഓർ ദ സ്മോളസ്റ്റ്, അല്ലെങ്കിൽ പറയാം ദ ലോവസ്റ്റ് പ്രൊപ്പോർഷൻ ഓഫ് ഹൗസ് ഇൻഡെക്സ് എന്ന് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ ദ എമൗണ്ട് ഓഫ് കാർസ് യൂസ്ഡ് എന്ന് പറയാൻ സാധിക്കും. ദ നമ്പർ ഓഫ് ക്ലാസ്സസ് അറ്റൻഡഡ് എന്ന് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ പറയാം ദ ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ യൂസേജ് എന്ന് പറയാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ നമ്മൾ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇത് ഉപയോഗിക്കുന്നത് യൂസേഴ്സിനെ അല്ലെങ്കിൽ എത്രത്തോളം യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു എയും ബിയും തമ്മിലുള്ള കമ്പാരിസൺ നടത്തുമ്പോൾ എത്രത്തോളം ബിയേക്കാൾ എത്രത്തോളം എ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എയേക്കാൾ എത്രത്തോളം ബി യൂസ് ചെയ്യുന്നു എന്നൊരു ഡിഗ്രി കാണിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. സോ ഇതാണ് സൂപ്പർലേറ്റീവ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഇതാണ് 3 കാര്യങ്ങൾ, അല്ലെങ്കിൽ കമ്പാരിസൺ ബാർ ചാർട്ട്സിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇൻട്രൊഡ്യൂസിങ് ഡിഫറൻസസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ജനറലി ദെയർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്, എ വൈഡ് ഡിസ്പാരിറ്റി എന്നാണ് പറയുന്നത്. അടുത്ത് വരുന്ന കമ്പാരിറ്റീവ് സ്ട്രക്ചേഴ്സ് ആണ്. ഇൻ കോൺട്രാസ്റ്റ് ബി, ഇൻ കമ്പാരിസൺ വിത്ത് ബി, ആസ് ഈസ് എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ സാധിക്കും. അണ്ടർ ഓവർ അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ലാർജർ എന്ന് പറയാം, അല്ലെങ്കിൽ അണ്ടർ ട്വൈസ് എന്ന് പറയാൻ സാധിക്കും. അടുത്തത് എ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂംസ് മോർ ഓർ ലെസ് എന്ന് പറയാൻ സാധിക്കും, അല്ലെങ്കിൽ എ ഈസ് കൺസിഡറബിളി ഓർ സബ്സ്റ്റാൻഷ്യലി ഹയർ എന്ന് പറയാൻ സാധിക്കും, അല്ലെങ്കിൽ എ ഈസ് ഓൾമോസ്റ്റ് ആസ് ലാർജ് എന്ന് പറയാൻ സാധിക്കും. ഇനിയുള്ളത് സൂപ്പർലേറ്റീവ് സ്ട്രക്ചേഴ്സ് ആണ്. സൂപ്പർലേറ്റീവ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്ന എ ഈസ് ദ സെക്കൻഡ് തേർഡ് ലാർജസ്റ്റ് ഓർ സെക്കൻഡ് തേർഡ് കമ്പനി എന്ന് പറയാൻ സാധിക്കും. എ ഹാസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് സെയിൽ ഇൻ ഇന്ത്യ എന്ന് പറയാൻ സാധിക്കും, അല്ലെങ്കിൽ എ പ്രൊഡ്യൂസേഴ്സ് ദ ലാർജസ്റ്റ് എമൗണ്ട് ഓഫ് കാസ് ഇൻ ഇന്ത്യ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതെല്ലാം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു കമ്പാരിസന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫൈൻ. സോ വി ആർ മൂവിങ് ടു സാമ്പിൾ ക്വസ്റ്റ്യൻസ്. സോ sample question 1, you can see the chart below shows the amount of leisure time enjoyed by men and women of different employment status. So leisure time in typical week by sex and employment status 1998 and 1999. So 2 വർഷങ്ങളിലെ 1998 1999 നമുക്ക് തന്നിരിക്കുന്നത്. മെയിൽ 1998 to 1999. So hours of ലെഷർ ടൈം തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മെയിൽസിൻ്റെയും ഫീമെയിൽസിനെയും നമ്മൾ കമ്പയർ ചെയ്ത് തന്നിട്ടുണ്ട്. സോ എംപ്ലോയിഡ് ഫുൾ ടൈം 5 കാറ്റഗറീസ് ഉണ്ട്. ഫുൾ ടൈം എംപ്ലോയിഡ് ഉണ്ട്, പാർട്ട് ടൈം എംപ്ലോയിഡ് ഉണ്ട്, പിന്നെ അൺഎംപ്ലോയിഡ് ഉണ്ട്, റിട്ടയേർഡ് ഉണ്ട്, ഹൗസ് വൈഫ്സ് ഉണ്ട്. ഈ 5 ഗ്രൂപ്പുകൾ എങ്ങനെയാണ് അവരുടെ ഫ്രീ ടൈം അല്ലെങ്കിൽ ലെഷർ ടൈം സെൻഡ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് അവരത് ലെഷർ ടൈം അല്ലെങ്കിൽ ഫ്രീ ടൈം അവർ സ്പെൻഡ് ചെയ്യുന്നത് എന്നൊരു കാര്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ അവേഴ്സ് ഓഫ് ലെഷർ ടൈം ഉണ്ട്, അതോടൊപ്പം തന്നെ 5 ഹെഡും ഉണ്ട്. സോ വി ക്യാൻ മൂവ് ടു ദ സാമ്പിൾ ആൻസേഴ്സ്.
Look at here. So, as I earlier mentioned, നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കണം. സോ വി ക്യാൻ സി ദ ബാർ ചാർട്ട് കമ്പയേഴ്സ് അല്ലെങ്കിൽ ഡെപ്പിക്സ് അല്ലെങ്കിൽ ഇല്ലസ്ട്രേറ്റ്സ് അല്ലെങ്കിൽ പോർട്രേറ്റ്സ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ബാർ ചാർട്ട് കമ്പയർ ചെയ്യുന്ന എന്താണ്, ദ എമൗണ്ട് ഓഫ് ഫ്രീ ടൈം പെർ വീക്ക് ദാറ്റ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഓഫ് 5 categories of employment status had between the 1998 and 1999. So 1998ലും 1990ലും ഇടയിൽ 5 ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ, അത് മെയിൽസും ആയിക്കോട്ടെ, മെയിൽസും ആണ് ഫീമെയിൽസും ഉണ്ട്. സോ ഇവർ എങ്ങനെയാണ് നമ്മുടെ ഫ്രീ ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ് ഈ ബാർ ചാർട്ട് കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദി ബാർ ചാർട്ട് ഈസ് കമ്പയറിങ് the amount of free time per week that both sex, അല്ലെങ്കിൽ both males and females from 5 different categories had between 1998 മുതൽ 1999 ഇടയിൽ എത്രത്തോളം അവർ ഓരോ ഹെഡിനും എത്രത്തോളം പണം സ്പെൻഡ് ചെയ്തു, എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്തു എന്നാണ് അവരുടെ കാണിക്കുന്നത്. സോ ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ഓവറോൾ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവാണ്. സോ വി ക്യാൻ സി it is clear that men enjoyed more hours of leisure time per week than women in 3 out of 5 categories. So ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 3 out of 5 categories എന്ന് പറഞ്ഞാൽ മെൻ അല്ലെങ്കിൽ മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. മെയിൽസിന് 3 out of 5 കാറ്റഗറിയിൽ 3 കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആരാണ്, മെയിൽസ് തന്നെയാണ്. എംപ്ലോയിഡ് ഫുൾ ടൈം അവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും മെയിൽസിൻ്റെ നമ്പേഴ്സ് കൂടുതലാണ്. മെയിൽസ് ഈസ് കമ്പാരിറ്റീവ്ലി ഹയർ ദാൻ ഫീമെയിൽസ്. വെൻ ഇറ്റ് കംസ് ടു അൺഎംപ്ലോയിഡിലേക്ക് വരുമ്പോഴും കാണാൻ സാധിക്കും കമ്പാരിറ്റീവ്ലി എത്രയാണ്, മെയിൽസിൻ്റെ ഒരു ഫ്രീ ടൈം സ്പെൻഡിങ് എന്ന് പറയുന്നത് കൂടുതലാണ്. റിട്ടയേർഡ് ആയിട്ടുള്ള ആൾക്കാരിലും എന്ത് സംഭവിക്കുന്നുണ്ട്, മെയിൽസിനാണ് ഡോമിനൻസ് കൂടുതൽ. പക്ഷേ 2 കാര്യങ്ങൾ, എംപ്ലോയിഡ് പാർട്ട് ടൈമിലും അല്ലെങ്കിൽ ഹൗസ് വൈസിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് അവിടെ ഒരു മെയിൽസ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് കാണാൻ സാധിക്കും. സോ നെക്സ്റ്റ് വൺ ഈസ് we can see it is clear that per women 3 out of 5 categories. However, only figures for women are shown in 2 categories, namely employed and part-time and housewives. So compared to the males, 2 participation മാത്രം, there are only women are participating in 2 categories. The category of women in 2 categories മാത്രമേ വരുന്നുള്ളൂ, employed, part-time and housewives. അവിടെ എന്തില്ല, നമ്മളുടെ മെയിൽസിൻ്റെ പാർട്ടിസിപ്പേഷൻ ഇല്ല, അല്ലെങ്കിൽ മെയിൽസിൻ്റെ ഒരു ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടില്ല. നമുക്ക് കാണാൻ സാധിക്കും എംപ്ലോയിഡ് പാർട്ട് ടൈമിലും എംപ്ലോയിഡ് അല്ലെങ്കിൽ ഹൗസ് വൈഫ്സിൻ്റെ കാര്യത്തിലും മെയിൽസിൻ്റെ കാര്യത്തിൽ അവിടെ കൊടുത്തിട്ടില്ല. സോ ഹൗസ് വൈഫ് ഇസ് ഫൈൻ, നമ്മുടെ എംപ്ലോയിഡ് പാർട്ട് ടൈമിൻ്റെ കാര്യത്തിലും മെയിലിൻ്റെ പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്. സോ അതാണ് നമ്മൾ ഓവറോൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. വാട്ട് യു ക്യാൻ ഫൈൻഡ് ഇൻ ദ ലൈൻ ഗ്രാഫ് ഓർ ദ ബാർ ഗ്രാഫ് ഓവറോൾ at a glance what you can find, അതാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. സോ വി ക്യാൻ സി ദ പാർട്ടിസിപ്പേഷൻ ഓഫ് മെയിൽസ് വാസ് കമ്പാരിറ്റീവ്ലി വെരി ഹയർ ദാൻ ഫീമെയിൽസ് എന്നുള്ള കാര്യം നമുക്ക് at a glance we can easily find out from the graph. Then the next one is however only figures for women are shown in 2 categories. വിമൻ്റെ ഫിഗേഴ്സ് ഓൺലി 2 കാറ്റഗറീസിലേ കാണിച്ചിട്ടുള്ളൂ, എംപ്ലോയിഡ് പാർട്ട് ടൈം ആൻഡ് ഹൗസ് വൈഫ്സ്. ഓക്കെ, സോ വി ആർ മൂവിങ് ടു ദ ബോഡി പാരഗ്രാഫ്. Regarding the full-time employed, obviously men had slightly more leisure time than women, with approximately 45 hours of free time per week compared to around 32 hours for men. So compared to women, അല്ലെങ്കിൽ compared to womenലേക്ക് വരുമ്പോൾ ഓവറോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, മെയിലിൻ്റെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് എത്രയാണ്, അറൗണ്ട് 45 hours of free time per week. 45 hours of free time എന്ന് പറയുന്നത് പെർ വീക്കിൽ എത്ര പേരുണ്ടോ, 44 ഹവേഴ്സിൻ്റെ ഒരു ഫ്രീ ടൈം അവിടെ കാണിക്കുന്നത്. കമ്പയർ ടു വിമൻ അറൗണ്ട് 30. എന്നാൽ വിമൻ എത്രത്തോളം സ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ഓൺലി 38 hours മാത്രമേ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. Obviously, unemployed and retired people of both genders enjoyed the most hours of leisure time. അൺഎംപ്ലോയിഡും അല്ലെങ്കിൽ റിട്ടയർഡ് പീപ്പിളുമാണ് എന്ത് സംഭവിക്കുന്നത്, ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, ലെഷർ ടൈം സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അറൗണ്ട് എത്രത്തോളം വരുന്നുണ്ട്, അവരുടെ ഒരു കൗണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു യൂസേജ്, അവരുടെ ഒരു ടൈം എന്ന് പറയുന്നത് ബിറ്റ്വീൻ 80 and 100, 80ലും 100നും ഇടയിലാണ് അവരെന്ത് ചെയ്യുന്നത്, അവരുടെ ഒരു യൂസേജ് അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രീ ടൈം യൂസേജ് എന്ന് പറയുന്നത്. കമ്പയർ ടു അതർ എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരിനെക്കാളും അല്ലെങ്കിൽ പാർട്ട് ടൈം എംപ്ലോയിഡ് ആയിട്ടുള്ളവരെക്കാളും അല്ലെങ്കിൽ ഹൗസ് വൈഫിനെക്കാളും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്രീ ടൈം എൻജോയ് ചെയ്യുന്ന ആരാണ്, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരും അതോടൊപ്പം തന്നെ റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരുമാണ്. Then moreover, the figures for retired males and females were exactly the same as those of who unemployed. So figures for റിട്ടയർഡ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ്, റിട്ടയർഡ് മെയിൽസിൻ്റെയും റിട്ടയർഡ് ഫീമെയിൽസിൻ്റെയും ഫിഗേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, വേർ എക്സാക്ട്ലി ദ സെയിം ആസ് ദോസ് ഫോർ ദ അൺഎംപ്ലോയിഡ് എത്രത്തോളം എന്തിന് ഏകദേശം ഈക്വലാണ്. അതായത് അൺഎംപ്ലോയിഡും അല്ലെങ്കിൽ റിട്ടയർഡ് മെയിൽസും ഫീമെയിൽസും തമ്മിലുള്ള കൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം എക്സാക്ട്ലി സെയിം ആണ്. അവിടെ വലിയ വേരിയേഷൻസ് ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. ബോത്ത് ആർ സെയിം. സോ
The next one is those are unemployed at around 85 and 78 hours of free time per week respectively. നമുക്ക് കാണാൻ സാധിക്കും 85 ആൻഡ് 78 hours അവർ സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് 85 ആൻഡ് 75 അല്ലെങ്കിൽ 85 and 78 hours of time per week എന്നാണ് പറയുന്നത്. നമുക്ക് 85 hours അല്ലെങ്കിൽ 78 hours ആണ് അവരുടെ റെസ്പെക്റ്റീവ്ലി എന്ന് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കും, they haven't noted, they haven't explicited the idea about the employed part time and the housewives. എന്തുകൊണ്ടാണ് അത് വരാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു കമ്പാരിസൺ നടന്നിട്ടില്ല. സോ അവിടെ രണ്ട് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവിടെ ഇല്ല. സോ ഓൺലി വൺ ഗ്രൂപ്പ് ഓഫ് പീപ്പിളേ ഉള്ളൂ. അവിടെ ഫീമെയിൽസ് മാത്രമേ ഉള്ളൂ, മെയിൽസ് അവിടെ വരുന്നില്ല. എവിടെ എംപ്ലോയിഡ് പാർട്ട് ടൈമിലും ഹൗസ് വൈഫ്സിലും വരുന്നില്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു രണ്ട് കാറ്റഗറീസിനെ നമ്മളിവിടെ എടുക്കാതിരിക്കുന്നത്. സോ കമ്പാരിസൺ ബാർ ചാർട്ട് ശ്രദ്ധിക്കുക. കമ്പാരിസൺ നടക്കണമെങ്കിൽ റെലവൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റെലവൻ്റ് ആയിട്ടുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു കമ്പാരിസൺ ഉണ്ടാകണം. ആ കമ്പാരിസൺ അവിടെ ഇല്ല. സോ ദ റെലവൻസ് ഓഫ് എംപ്ലോയിഡ് പാർട്ട് ടൈം ആൻഡ് ദ ഹൗസ് വൈഫ്സ് ആർ കമ്പാരിറ്റീവ്ലി വെരി low. So that's why we are ignoring that particular thing. So I think this session, ഇത് വളരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമെന്ന് തോന്നുന്നു. സോ ട്രൈ ടു ബി വെരി കെയർഫുൾ വൈൽ ഡീലിംഗ് വിത്ത് ദ ബാർ ചാർട്ട്. എസ്പെഷ്യലി നിങ്ങളൊരു കമ്പാരിസൺ ആണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ കമ്പാരിസൺ ചെയ്യണമെങ്കിൽ നമുക്കതിൻ്റെ ഒരു കമ്പയർഡ് അല്ലെങ്കിൽ ഒരു രണ്ട് ഐറ്റം അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ ഫൈൻ. So Kesia, Ebi, can we write digits in overall? So overall it's always better to at a glance എന്ന് പറയുമ്പോൾ digits കൊടുക്കാതിരിക്കുക. So you can what you are finding the comparatively higher ആണോ. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇതിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ബാർ ചാർട്ടിലേക്ക് വരുമ്പോൾ സാധിക്കും ദ എവിഡൻസ് ഫോർ ഇസ് മോർ അവേഴ്സ് ഓഫ് ലെസർ ടൈം. മെയിൽസും ഫീമെയിൽസും തമ്മിലുള്ളൊരു ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഹൗ മച്ച് എമൗണ്ട് ദേ ആർ സ്പെൻഡിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഡിജിറ്റ് കൊടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ. ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ഗീവ്, അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ കൊടുക്കാതിരിക്കുക. പറയാം ഹയർ ആണോ ലോവർ ആണോ എന്ന് പറയാൻ സാധിക്കുക. ദ യൂസേജ് ഓഫ് ലെസർ ടൈം എമംഗ് മെൻ ആൻഡ് വിമൻ, അല്ലെങ്കിൽ മെൻ ആർ കമ്പാരിറ്റീവ്ലി വെരി ഹയർ ദാൻ വിമൻ എന്നൊക്കെ പറയാൻ സാധിക്കും. അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി വളരെ ലോവർ ആണ്. അല്ലെങ്കിൽ അറ്റ് എ ഗ്ലാൻസ് വി ക്യാൻ സീ ദാറ്റ് ദ യൂസേജ് ഈസ് വെരി ഹയർ, ദ യൂസേജ് ഈസ് വെരി ലോവർ എന്ന് പറയുന്നതാണ് നല്ലത്. സോ വാല്യൂസ് എപ്പോഴും നിങ്ങൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ പാർട്ട് ടൈം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ബോഡി പാരഗ്രാഫിൽ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ബാറിനെ അല്ലെങ്കിൽ ഗ്രാഫിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് വാല്യൂസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ഫൈൻ. The next one is sample 2. So you can see the chart below shows the total number of Olympic medals won. So total number of Olympic medals won ആണ് കാണിച്ചിരിക്കുന്നത്. The gold, silver and bronze ഉണ്ട്. So around 10 countries are there. USA, Soviet Union, UK, France, Germany, Italy, Sweden, Australia, Hungary, East Germany, Japan and China എന്നാണ് തന്നിരിക്കുന്നത്. സോ ഇത്രയും രാജ്യങ്ങളിലെ ഒരു ഡീറ്റെയിൽഡ് ആണ് തന്നിരിക്കുന്നത്. എത്രത്തോളം അല്ലെങ്കിൽ അവർ ഒളിമ്പിക് മെഡൽസ് വോൺ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. സോ the next one is the sample answer for that particular question. It is here. The bar chart compares the bar chart compares 12 countries in terms of the overall number of medals that they have won at the Olympic Games. Olympic Gamesൽ അവർ നേടിയിരിക്കുന്ന 12 countries നേടിയിരിക്കുന്ന ഒളിമ്പിക് മെഡൽസിൻ്റെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. So it is clear that the USA is by far the most successful Olympic medal winning nation. It is also noticeable that the figures for gold, silver and bronze medals won by any particular country tend to be the fairly similar. So ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ എന്ന് പറയുന്ന മെഡൽ വോൺ ചെയ്തിരിക്കുന്ന ആരെന്നാണ് പറഞ്ഞിരിക്കുന്നത്, USA എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ തൊട്ട് മുമ്പേ കെസിയ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. സോ വാല്യൂസ് കൊടുക്കാൻ സാധിക്കും. ഇവിടെയും ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും നമ്മളിവിടെ വാല്യൂസ് അല്ല കൊടുത്തിരിക്കുന്നത്. സോ ആരാണ് കൂടുതൽ, അല്ലെങ്കിൽ വിച്ച് കൺട്രി ഈസ് ഹാവിങ് ദ ഹയസ്റ്റ് മെഡൽസ്, ഏത് രാജ്യത്തിനാണ് ഏറ്റവും കൂടുതൽ മെഡൽസ് കൂടുതലുള്ളതെന്ന് പറഞ്ഞു. സോ ഇവിടെ നമ്മൾ മറ്റൊരു രാജ്യമായിട്ട് നമ്മളിതിനെ കമ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഓൾമോസ്റ്റ് സെയിം ആണ്. യു ക്യാൻ സി ഒരു അറൗണ്ട് 10,000 അല്ലെങ്കിൽ അതിനടുത്താണ് ബാക്കി എല്ലാ 11 കൺട്രീസും നിൽക്കുന്നത്. So the USA is far more higher than other countries, around 10,000 അല്ല 1,000 ആണ്. So USA is far more higher than any other countries. So 2,500 എന്ന് പറഞ്ഞ അടുത്താണ് നിൽക്കുന്നത്, ഫാർ മോർ ഹയർ ആണ്. അതുകൊണ്ട് തന്നെ അതിനോടടുത്തെങ്കിലും ഒരു രാജ്യം പോലും വരുന്നില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സോ നമുക്ക് മറ്റൊരു രാജ്യമായിട്ടല്ല കമ്പയർ ചെയ്യേണ്ടത്, ബാക്കി 11 കൺട്രീസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, USA കമ്പയർ ചെയ്യാൻ സാധിക്കും. ബിക്കോസ് USA is far more higher. Olympic medal winning nation. It is also noticeable that the figures for gold, silver and bronze medals won by any particular country tend to be fairly similar. അതായത് ബാക്കി എല്ലാ രാജ്യങ്ങളുടെയും എന്താണ്, ഫെയർലി സിമിലർ ആണ്. എല്ലാ രാജ്യങ്ങളുടെയും ഫെയർലി സിമിലർ ആണ്. ബട്ട് കമ്പയർഡ് ടു UK it is very higher. So
The next one is, we are moving to the body paragraph. The USA has won, obviously നമുക്ക് USA തന്നെ ആദ്യം എഴുതണം. The USA has won a total of around 2,300 Olympic medals, including approximately 900 gold medals, 750 silver and 650 bronze. So നമുക്ക് കാണാൻ സാധിക്കും അതിനകത്ത് കൊടുത്തിരിക്കുന്ന കൗണ്ട് എന്ന് പറയുന്നത് അറൗണ്ട് 900 ഗോൾഡ് മെഡൽസ് ഉണ്ട്, പിന്നെ അറൗണ്ട് 750 സിൽവർ മെഡൽസ് ഉണ്ട്, അതോടൊപ്പം തന്നെ 650 ബ്രോൺസ് മെഡൽസുമാണ് USA മൊത്തത്തിൽ ഓവറോൾ കളക്ട് ചെയ്തിരിക്കുന്ന മെഡൽസിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത്. So in second place on the all-time medals chart is the Soviet Union with just over 1,000 medals. Again, the number of gold medals won by this country is slightly higher than the number of silver or bronze or medals. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ തൊട്ടടുത്ത് വന്നിരിക്കുന്ന രാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏകദേശം സെയിം ആണ്. അതായത് നമ്മളുടെ സോവിയറ്റ് യൂണിയനാണ്. സോവിയറ്റ് യൂണിയൻ്റെ അകത്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അത് സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും അല്ലെങ്കിൽ ബ്രോൺസിൻ്റെയും വാല്യൂ സെയിം ആണ്. ഏതാണ്ട് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ആ ബാറിലേക്ക് നോക്കിയാൽ സാധിക്കും ഏകദേശം സെയിം എമൗണ്ട് ഓഫ് ഗോൾഡും അല്ലെങ്കിൽ സെയിം എമൗണ്ട് ഓഫ് സിൽവറും സെയിം എമൗണ്ട് ഓഫ് ബ്രോൺസും ആണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത് കളക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്കതിനെ ഒരുമിച്ച് അവിടെ എഴുതി തീരുവാണ് ചെയ്തിരിക്കുന്നത്. സൈറ്റി ഹയർ ദാൻ നമ്പർ ഓഫ് സിൽവർ ആൻഡ് ബ്രോൺസ് ഓഫ് മെഡൽ, അല്ലെങ്കിൽ സിൽവറിനേക്കാളും ബ്രോൺസിനേക്കാളും കുറച്ച് കൂടുതൽ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത് ഗോൾഡിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത്. സോ ഗോൾഡ് ഒരു ചെറിയ വേരിയേഷൻ ഉണ്ട് ഇവിടെ സിൽവറിനെയും ബ്രോൺസിനെയും വെച്ച് നോക്കുമ്പോൾ എവിടെ സോവിയറ്റ് യൂണിയൻ്റെ കാര്യത്തിൽ മാത്രം. ദ നെക്സ്റ്റ് വൺ ഈസ് only 4 other countries, the UK, France, Germany and Italy, have won more than 500 Olympic medals with all similar proportions of each medal color. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 500-ന് മേളിലേക്ക് പോയിക്കുന്ന കൺട്രികൾസ് എന്ന് പറയുന്നത് UK, ഫ്രാൻസ്, ജർമ്മനി ആൻഡ് ഇറ്റലി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ 500 ഗോൾഡ് മെഡൽസിന് മേളിലേക്ക് പോയിട്ടുള്ളൂ. ബാക്കിയുള്ള കൺട്രീസ് എല്ലാം തന്നെ എന്താണ് 500 ഗോൾഡ് മെഡൽസിന് താഴെയാണ് നിൽക്കുന്നത്. സോ അതുകൊണ്ട് ആ രാജ്യങ്ങളെ നമ്മൾ എന്ത് ചെയ്തു ഒരുമിച്ച് ചേർത്ത് പ്രൊപ്പോർഷൻ ഓഫ് ഈച്ച് മെഡൽ, ഈച്ച് മെഡൽ കളർ മീൻസ് സിൽവർ, ബ്രോൺസ് ആൻഡ് ഗോൾഡ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത്, അപ്പാർട്ട് ഫ്രം ദ USA ആൻഡ് ദ സോവിയറ്റ് യൂണിയൻ, ചൈന ഈസ് ദ ഓൺലി അതർ കൺട്രി with a noticeably higher proportion of gold medals, about 200, compared to silver and bronze, about 100 each. സോ ബാക്കിയുള്ള രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, സോ ഇപ്പം നമ്മൾ ഇറ്റലി വരെ കമ്പയർ ചെയ്തു, അതിനുശേഷം സ്വീഡൻ, ഓസ്ട്രേലിയ, ഹംഗറി, ഈസ്റ്റ് ജർമ്മനി, ജപ്പാൻ ഈ രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ചൈനയ്ക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്, ചെറിയൊരു ഗോൾഡ് മെഡൽ, അല്ലെങ്കിൽ ഹംഗറി ആൻഡ് ഈസ്റ്റ് ജർമ്മനിയോടൊപ്പം തന്നെ ചൈനയുടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു ഗോൾഡിൻ്റെ മെഡൽസ് കൂടുതലാണ്. ഈവൻ ദോ ദേ ആർ ബിലോ, ഓൾ ദീസ് കൺട്രീസ് ആർ ബിലോ 500, അല്ലെങ്കിൽ ഒരു 500 നമ്പേഴ്സിന് താഴെയാണെങ്കിൽ പോലും അതിനുള്ളിൽ നിന്നുകൊണ്ട് ചൈനയുടെ ഗോൾഡ് മെഡലിൻ്റെ ഒരു കൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം ഇച്ചിരി കൂടുതൽ കമ്പാരിറ്റീവ്ലി ഹയർ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ China is the only other country with a noticeably higher proportion of gold medal. മറ്റ് 3 രാജ്യങ്ങൾ വെച്ച് അല്ലെങ്കിൽ 4 രാജ്യങ്ങൾ വെച്ച് കഴിയുമ്പോൾ അവരിൽ ഏറ്റവും കൂടുതൽ നോട്ടീസബിളി ഹയർ ആയിട്ടുള്ള പ്രൊപ്പോർഷൻ ഉള്ള ആർക്കാണ്, ചൈനയ്ക്കാണെന്ന് പറയാൻ സാധിക്കും. ഗോൾഡ് മെഡൽസ് അറൗണ്ട് 200 ആൻഡ് സിൽവർ ആൻഡ് ബ്രോൺസ് അറൗണ്ട് 100 ഈച്ച്. രണ്ടിനും സിൽവറും ബ്രോൺസും അറൗണ്ട് 100 ഈച്ചാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഫൈൻ. സോ കമ്പാരിസൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നിങ്ങൾ കമ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനൊരു പാരാമീറ്റർ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. ഇവിടെ കമ്പാരിസൺ നടത്താൻ പറ്റുന്നതിൻ്റെ കാരണം USA എന്ന് പറയുന്നത് USA-യുടെ മെഡൽ കൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. സോ സോവിയറ്റ് യൂണിയൻ്റെ എന്ന് പറയുന്നത് അതിൻ്റെ ഹാഫ് മാത്രമേ വരുന്നുള്ളൂ. അതിന് താഴെയാണ് മറ്റ് രാജ്യങ്ങളുടെ വരുന്നത്. സോ അവിടെ കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ A and B ഈക്വലി ആണെങ്കിൽ നമുക്കൊരു കമ്പാരിസൺ നടത്താൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഈക്വൽ കമ്പാരിസൺ നടത്താൻ പറ്റത്തില്ല. ഫാർ മോർ ഹയർ, അല്ലെങ്കിൽ ഇറ്റ്സ് എ സ്ലൈറ്റ് ഡിഫറൻസ് അല്ല, സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. വിത്ത് USA ആൻഡ് അതർ കൺട്രീസ് ദർ ഇസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കും. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ ഈസ് one more sample. The chart shows the percentage of people who have moved house either in the last 3 years, between 3 to 5 years, or not within the last 5 years. Moved house to 3 to 5 years, അല്ലെങ്കിൽ വീട്, അല്ലെങ്കിൽ അവരൊരു വീട് മൂവ് ഓൺ ചെയ്തിരിക്കുന്നത് എന്താണ്. ദ ചാർട്ട് ഇല്ലസ്ട്രേറ്റ് ബ്രേക്ക് ഡൗൺ ബിറ്റ്വീൻ ദ പീപ്പിൾ ഹു ഹാവ് ചേഞ്ച് ദെയർ അഡ്രസ് റിമെയിൻ ദ സെയിം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത ആൾക്കാരുടെ ഒരു കൗണ്ടാണ് തന്നിരിക്കുന്നത്. സോ 3 കാറ്റഗറീസ് ഉണ്ട്. മൂഡ് ഹൗസ് 3 to 5 years ago. സോ 3 വർഷത്തിന് ശേഷം, അല്ലെങ്കിൽ 3 വർഷത്തിനും 5 വർഷത്തിനും ഇടയ്ക്ക് വീട് മാറിയവരുണ്ട്. മൂഡ് ഹൗസ് ഇൻ ദ ലാസ്റ്റ് 3 years, അവസാന 3 വർഷത്തിൽ വീട് മാറിയവരുണ്ട്. നോട്ട് മൂഡ് ഹൗസ് ഇൻ ദ ലാസ്റ്റ് 5 years, കഴിഞ്ഞ 5 വർഷമായി വീട് മാറാത്തവരുടെ ലിസ്റ്റുമാണ് തന്നിരിക്കുന്നത്. മാറിയവർ അല്ലെങ്കിൽ 3 to 5 years ഉണ്ടെങ്കിൽ ലാസ്റ്റ് 3 yearsൽ മാറിയവരുണ്ട്, അല്ലെങ്കിൽ വീട് മാറാത്തവരാണ് തന്നിരിക്കുന്നത്. ഫ്രം 20 to 29, 30 to 39, 40 to 49, 50 ഓർ ഓൾഡർ എന്നാണ് തന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും. സോ 0 to 80 ആണ് വാല്യൂ തന്നിരിക്കുന്നത്. സോ യു ക്യാൻ സി ദ ചാർട്ട് ഇല്ലസ്ട്രേറ്റ്സ് ദ ബ്രേക്ക് ഡൗൺ മീൻസ് ദ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു കൗണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബ്രേക്ക് ഡൗൺ ബിറ്റ്വീൻ പീപ്പിൾ ഹു ഹാവ് ചേഞ്ച്ഡ് ദെയർ അഡ്രസ് ഓർ റിമെയിൻഡ് ഇൻ ദ സെയിം ഹൗസ്. അതായത്
ചേഞ്ച് ദെയർ അഡ്രസ് മീൻസ് വീട് മാറിയവർ, അല്ലെങ്കിൽ റിമെയിൻഡ് ഇൻ ദ സെയിം ഹൗസ് മീൻസ് വീട് മാറാത്തവർ. വിത്ത് എ നമ്പർ ഓഫ് സ്പ്ലിറ്റ് ബിറ്റ്വീൻ ദോസ് ഹു ഹാവ് മൂവ്ഡ് വിത്തിൻ 5 years, എത്രത്തോളം 5 വർഷത്തിന് ഉള്ളിൽ മാറിയവരും ഉണ്ട്, അല്ലെങ്കിൽ വിത്തിൻ 3 years ഓർ നോട്ട് മൂവ്ഡ് ഇൻ 5 years, അല്ലെങ്കിൽ 3 വർഷത്തിലും 5 വർഷത്തിനുള്ളിൽ മാറിയവർ, 3 വർഷത്തിനുള്ളിൽ മാറിയവർ, അല്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ വീട് മാറാത്തവർ എന്നൊരു 3 കാറ്റഗറിയാണ് തന്നിരിക്കുന്നത്. സോ ഓവറോൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ സാധിക്കും. ദോസ് ഇൻ ദെയർ 20s and 30s ഹാവ് ലെസ് ദാൻ those in their 20s and 30s have less than a quarter of people living in the same home, and more than 5 years those who moved house 3 to 5 years back being the highest. സോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏജ് ഗ്രൂപ്പ് 29 to 29, 30 to 39, 40 to 49 നോക്കുമ്പോൾ 20s, those in their 20s and 30s have less than a quarter of people ലിവിങ് ഇൻ ദ സെയിം ഹോം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരേ വീട്ടിൽ താമസിക്കുന്ന ഒരു ലെസ് ദാൻ എ ക്വാർട്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരേ വീട്ടിൽ താമസിക്കുന്നത് 20 to 29 നോക്കുമ്പോൾ ലെസ് ദാൻ എ ക്വാർട്ടർ എന്ന് പറയാൻ അറൗണ്ട് നോട്ട് മൂവ്ഡ് ഹൗസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെയിം വീട്ടിൽ താമസിക്കുന്നവർ എന്ന് പറയുന്ന ഗ്രീൻ ബാറാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ലെസ് ദാൻ എ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ അറൗണ്ട് 25% അല്ലെങ്കിൽ 25%, 25 ഗ്രൂപ്പിൽ ആ ഒരു താഴെ മാത്രമാണ് അവരുടെ കൗണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് quarter of people living in the same house for more than 5 years, and those who moved house 3 to 5 years back being the highest. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാറിയിരിക്കുന്നതാണ് 3 to 5 years, അല്ലെങ്കിൽ എന്താണ് നമുക്ക് കാണാൻ സാധിക്കും മൂഡ് 3 to 5 years, അല്ലെങ്കിൽ 40 to 49 ഏജ് ഗ്രൂപ്പിൽ നോക്കാൻ സാധിക്കും അറൗണ്ട് 55 ആണ് അതിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത്. ഏകദേശം നല്ലൊരു ഹയർ എമൗണ്ട് ഓഫ് പീപ്പിൾ അവിടെ മാറിയിട്ടുണ്ടെന്ന് നമുക്കവിടെ കാണാൻ സാധിക്കും. The next one is we are moving to the body paragraph. Those aged between 40 and 49 had the highest figure. 40 and 49 ബിറ്റ്വീൻ ഇരിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഫിഗേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അറൗണ്ട് 50ക്ക് മേലുണ്ട്, 55 ആണ്, ബിറ്റ്വീൻ 50 and 60 ആണ് വന്നിരിക്കുന്നത്. പിന്നെ എഗോ വിത്ത് 55% ഓഫ് പീപ്പിൾ കമ്പയർഡ് ടു 31% ദാറ്റ് ഹാഡ് മൂവ്ഡ് മോർ റീസെൻ്റ്ലി. ആൻഡ് അതെങ്കിൽ എന്തുമായിട്ട് കമ്പയർ ചെയ്യുവാണ്? ദാറ്റ് ഹാഡ് മൂവ്ഡ് റീസെൻ്റ്ലി, എത്രത്തോളം റീസെൻ്റ്ലി ഉണ്ട്? അത് റീസെൻ്റ്ലി എന്ന് പറയുന്നത് 3 years, അത് വെറും 31%. അതായത് 3 to 5 years മൂവ് ചെയ്തവരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 55 ആണ്. അത് തൊട്ടടുത്ത് മൂഡ് ലെസ് ദാൻ 1 year എന്ന് പറയുന്നത് 31 ആണ്. സോ അത് തമ്മിലാണ് അവിടെ കമ്പാരിസൺ നടത്തിയിരിക്കുന്നത്. ആൻഡ് ഓൺലി 14% ഹു ഹാഡ് നോട്ട് മൂവ്ഡ് ഇൻ ദ ലാസ്റ്റ് 5 years. ലാസ്റ്റ് 5 years വരുമ്പോൾ മാറാത്തവരുടെ എണ്ണം, അല്ലെങ്കിൽ ആ ഗ്രീൻ ബാർ എന്ന് പറയുന്നത് 40 to 49 എന്ന് പറയുന്നത് എത്രയാണ്? വെറും 14 മാത്രമാണ്, അല്ലെങ്കിൽ 14 മാത്രമാണ് അതിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത്. വളരെ കുറവാണ്. സോ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് 3 to 5 years മൂവ് ചെയ്തവരുടെ എണ്ണം 55 ആണ്. അല്ലെങ്കിൽ അത് മൂവ്ഡ് ഹൗസ് ഇൻ ദ ലാസ്റ്റ് ഇയർ, അല്ലെങ്കിൽ ലാസ്റ്റ് 3 വർഷത്തിനുള്ളിൽ മാറിയവരുടെ കൗണ്ട് എന്ന് പറയുന്നത് 31 ആണ്. സോ വീട് മാറാത്തവർ അവരുടെ കൗണ്ട് എന്ന് പറയുന്നത് ഓൺലി എത്രയാണ്? 14 മാത്രമാണ് കൗണ്ട് വരുന്നത്. സോ ദ നെക്സ്റ്റ്, by the next age group, the percentage of people who had moved over 3 years ago and those who had not moved for the last 5 years was almost the same. അല്ലെങ്കിൽ മാറിയവരുടെയും മാറാത്തവരുടെയും നെക്സ്റ്റ് ഏജ് ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 50 or ഓൾഡറിലേക്ക് വരുമ്പോൾ സാധിക്കുന്നത് മാറിയവരുടെ, അല്ലെങ്കിൽ 3 to 5 years മാറിയവരുടെ ഏജ് എന്ന് പറയുന്നത് എത്ര? അവരുടെ കൗണ്ട് എന്ന് പറയുന്നത് 41 ആണ്. ആൻഡ് വീടൊട്ടും മാറാത്തവരുടെ കൗണ്ട് എന്ന് പറയുന്നത് 42 ആണ്. അതുകൊണ്ടാണ് അവിടെ ഓൾമോസ്റ്റ് ദ സെയിം എന്നൊരു വാക്ക് അവിടെ നമ്മളോട് ഉപയോഗിച്ചിരിക്കുന്നത്. വിത്ത് ഓൺലി 70% ഓഫ് പീപ്പിൾ ഹാവിങ് മൂവ്ഡ് ഓർ മോർ റീസെൻ്റ്ലി, വളരെ റീസെൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ 3 വർഷത്തിൽ വീട് മാറിയവരുടെ എണ്ണം എന്ന് പറയുന്നത് 17% മാത്രമാണ് അവിടെ വന്നിരിക്കുന്നത്. സോ അത് 50 or ഓൾഡറിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഓവറോൾ ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ദർ ആർ വൈഡ് വേരിയേഷൻസ് ഇൻ ദ പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ഹൂ മൂവ് ഡ്യൂറിങ് സർട്ടൻ ഏജസ്. സോ വൈഡ് വെറൈറ്റീസ് ഓഫ്, അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും വേരിയേഷൻസ് എന്ന് പറയുന്നത് വൈഡ് വെറൈറ്റി ഓഫ് വേരിയേഷൻസ് ആണ്. സോ നമ്മുടെ ഒരു 20 to 29 30 to 39 ഓൾമോസ്റ്റ് ഓൾ സെയിം ആണ്. സോ അതുകൊണ്ടാണ് നമ്മുടെ ഒരു അല്ലെങ്കിൽ റെലവൻറ്റ് കമ്പാരിസൺ ആയിട്ട് എടുക്കാത്തത്. കാരണം അവിടെ മാറ്റം കമ്പാരിസൺ നടത്തേണ്ട കാര്യങ്ങളില്ല. 20 to 29 30 to 39 ഓൾമോസ്റ്റ് സെയിം ആണ്. 45 44 33 34 20 to 22. സോ ഓൾമോസ്റ്റ് ദ സെയിം. അതിന് അവിടെ ഒരു കമ്പാരിസൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. ആൻഡ് പിന്നീട് നമ്മളെടുത്ത 40 to 49 50 or ഓൾഡർ ഏജ് ഗ്രൂപ്പിനെ എടുത്ത്, അങ്ങനെ എടുത്തപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും സ്ലൈറ്റ് വേരിയൻസ് അല്ല, നല്ല വേരിയേഷൻ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 20 to 29 30 to 39 ഓൾമോസ്റ്റ് സെയിം ആണ്. 40 to 49 ഏജ് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ തന്നെ എത്രയാണ്? ഏറ്റവും കൂടുതൽ മൂവ്ഡ് ഹൗസ് 3 to 5 years മാറിയവരാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ വീട് മൂവ് ചെയ്യാത്തവരുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ 14 ആണ്. അതേസമയം 50 or ഓർഡറിലേക്ക് വന്ന് 41 42 ഓൾമോസ്റ്റ് സെയിം ആണ്. എങ്ങനെ 3 to 5 years മൂവ് ചെയ്തവരുടെയും അല്ലെങ്കിൽ നോട്ട് മൂവ്ഡ് വീട് മാറാത്തവരുടെ എണ്ണം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് വളരെ സെയിം ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ ഇതാണ് നമ്മുടെ റൈറ്റിംഗ് ടാസ്ക് 1ൻ്റെ ഈ ഒരു ബാർഗ്രാഫിൻ്റെ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്. കമ്പാരിസൺ മീൻസ് ആൾക്കാർ മൂവ് ചെയ്ത്, അല്ലെങ്കിൽ എത്രത്തോളം ഹൗ ദ എമൗണ്ട് ഓഫ് പീപ്പിൾ ഹു ഹാവ് മൂവ്ഡ് ദെയർ ഹൗസ് ഓർ ചേഞ്ച് ദെയർ അഡ്രസ്സസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളതിനെ നോക്കിയെന്ന് വിശ്വസിക്കുന്നു. ഐ തിങ്ക് ദിസ്
was very beneficial for you guys. So these are the things we have discussed. നമ്മൾ 3 ടൈപ്പ് ഓഫ് ഗ്രാഫ് നമ്മൾ ഡിസ്കസ് ചെയ്തു. കമ്പയർ അല്ലെങ്കിൽ കമ്പാരിസൺ എന്ന് പറയുന്നത്. സോ കമ്പാരിസൺ എസ്പെഷ്യലി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കമ്പാരിസൺ വരികയാണെങ്കിൽ ഒരു ഇൻസൈഡ് ദ ഗ്രാഫ്, ഒരു ഗ്രാഫിനുള്ളിൽ ഒരു കമ്പാരിസൺ ആകുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. സോ എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസിൻ്റെ കാര്യം നമ്മൾ നോക്കി, അതോടൊപ്പം തന്നെ അടുത്തോളം നോക്കിയത് ഗോൾഡ് മെഡൽസ് അല്ലെങ്കിൽ മെഡൽസ് വോൺ ചെയ്തതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമ്മൾ നോക്കി. ഇനി നമ്മൾ പിന്നെ നോക്കിയത് സോ ഹൗസ് ഹോൾഡ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാർ അവിടെ നിന്ന് അഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന ഡീറ്റെയിൽസാണ് നമ്മളിവിടെ നോക്കിയത്. സോ വെൻ യു ആർ ഡീലിംഗ് വിത്ത് ബാർ ഗ്രാഫ്, കമ്പാരിസൺ നിങ്ങളുടെ ക്വസ്റ്റിൻ്റെ മേളിൽ തന്നെ ഉണ്ടാകും. കമ്പയർ ആൻഡ് റിപ്പോർട്ട് ദ റെലവൻറ്റ് തിങ്സ് എന്നാണ് പറയുന്നത്. സോ കമ്പാരിസൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ടുള്ള തമ്മിൽ കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ റെലവൻ്റ് ആയിട്ടുള്ള മാത്രം എടുക്കുക. തൊട്ട് ദ ഫസ്റ്റ് ഗ്രാഫിൽ നമ്മൾ റെലവൻ്റ് ആയിട്ടില്ലാത്ത എംപ്ലോയിഡ് പാർട്ട് ടൈമും ഹൗസ് വൈഫ്സിൻ്റെ കാര്യം നമ്മൾ എടുത്തില്ല, ബിക്കോസ് ദോസ് തിങ്സ് വെയർ നോട്ട് റെലവൻറ്റ് ദെയർ എന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാം എഴുതുക എന്നല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റും അല്ലെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഏറ്റവും ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് മാത്രമായിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ കമ്പാരിസൺ ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യാൻ പോസിബിൾ ആയിട്ടുള്ള ഐറ്റംസിനെ തമ്മിൽ മാത്രം നിങ്ങൾ കമ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഡോണ്ട് കമ്പയർ വിത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഗ്രാഫിൽ ഇപ്പോൾ നമ്മൾ ഗോൾഡ് മെഡൽ മേടിച്ച ഒരു ഗ്രാഫിൻ്റെ അകത്താണ് നമുക്ക് USA-യും നമുക്ക് ജപ്പാനെയും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ വാല്യൂസ് ആർ ഫാർ മോർ ഹയർ, വളരെ വലിയൊരു ഡിഫറൻസ് ആണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് നമുക്കവിടെ കമ്പാരിസൺ പറ്റില്ല. സോ ഡോണ്ട് കമ്പയർ ദീസ് ടു തിങ്സ്. അതുകൊണ്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരേ റെലവൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ തന്നെ കമ്പയർ ചെയ്യാൻ ശ്രമിക്കുക. സോ I hope this session was very beneficial for you guys. On the upcoming sessions, we are going to discuss more about the writing task 1, and in the next session, I will be here with a new type of questions. So I think this session was beneficial for you guys. So thank you all for joining me, especially Rajesh, Shiji, Kesia. So thank you for your participation. So please stay tuned for the next live sessions. This is Vinithan Vijayan signing out. Thank you all.